ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഫ്രഷ് ആയിട്ടുള്ളൊരു കണ്ടന്റാണ് ചെയ്യാൻ പോകുന്നത്, ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, നമ്മൾ എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും, ആൻഡ് എങ്ങനെയായിരിക്കും അവരുടെ ഒരു ദിവസം പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പം ഞാൻ ഇപ്പോൾ എണീറ്റു, ക്ലാസ്സിലൊക്കെ പോയി തിരിച്ചു വന്നു. ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഈ വീഡിയോയിൽ തന്നെ അറ്റാച്ച് ചെയ്യും ഒരു സ്കിൻ കെയർ റുട്ടീൻ ആൻഡ് ബാക്കിയുള്ള ഇപ്പം ഞാൻ ഇന്ന് വേറെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്, ലൈക്ക് രാവിലെ എണീറ്റു, പല്ലേച്ചു, കുളിച്ചു, അതൊന്നുമില്ല. പക്ഷേ എന്തൊക്കെ വേറെ ചെയ്തു എന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ പ്ലീസ് ഡു വാച്ച് ദ വീഡിയോ. പക്ഷേ ഞാൻ തീരെ ഒരു മോർണിംഗ് പേഴ്സൺ അല്ല. പക്ഷെ എനിക്ക് 5 മണിക്ക് എണീറ്റാലേ ക്ലാസ്സിൽ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു കണക്കിന് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് ക്ലാസ്സിൽ പോകാൻ റെഡിയായി. ഇതിൽ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ലിപ് ബാമും സൺസ്ക്രീനും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എനിക്ക് ക്ലാസ് ഉണ്ട്, പക്ഷേ ആസ് യൂഷ്വൽ ഞാൻ ലേറ്റ് ആയിട്ടുണ്ട്. പറ്റുന്നത്ര ഞാൻ വീഡിയോ ചെയ്യാം. യൂഷ്വലി ചെറിയൊരു തണുപ്പ് ഉണ്ടാവാറുണ്ട്, അത് തന്നെ ഇപ്പോഴും ഉണ്ട്. ആസ് പെർ യുവർ ഗൈസ് റിക്വസ്റ്റ് ഞാൻ ഇന്നത്തെ ഒരു ഫുൾ ഡേ വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഞാനിപ്പോൾ ക്ലാസ്സിൽ പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബസ് വരുന്നത് 7:17 ആണ്. ഓക്കെ, ആ ടൈമിനുള്ളിൽ എത്തിയാൽ മതിയായിരുന്നു. ഇതാണ് റബാത്ത് ബസ് സ്റ്റോപ്പ്. ഞാൻ 7:17 എൻ്റെ ബസ് വരുന്നത്. ഞാനങ്ങോട്ട് നടന്നത് ഗൈസ്, ബസ് സ്റ്റോപ്പിലെത്തി. നമ്മൾ ഓൺ ടൈമാണ്. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിനായിട്ട് ബസ്സുണ്ട്, തലിഞ്ച എന്ന് പറഞ്ഞിട്ട്. അതിന് ഓരോരോ സമയമുണ്ട് ഓരോ സ്ഥലത്തേക്ക്. അപ്പം നമ്മൾ കറക്റ്റ് സമയത്ത് എത്തണം, എന്നാലേ നമുക്ക് ഓരോരോ ബസ് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ചില സ്ഥലത്തേക്ക് ഇന്ന സമയത്ത് അതേ ബസ് ഉണ്ടാവുള്ളൂ, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞായിരിക്കും അടുത്ത ബസ്. അപ്പോൾ മിക്ക മെയിൻ റോഡ്സിലും ആയിരിക്കും ബസ് ഉണ്ടാകുന്നത്. അല്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ നടന്നു പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. പുള്ളിക്കാരത്തി കാണാതെ ഞാൻ വീഡിയോ കോളേജിനെ പറ്റിയുള്ള അഭിപ്രായം ഒരു അഭിപ്രായമില്ല. അപ്പം നമ്മൾ ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ പറഞ്ഞു നമ്മളുടെ പ്ലേസ്മെൻറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ റിസപ്ഷനിൽ പോയി ഇതിനെപ്പറ്റി ചോദിച്ചു. അങ്ങനെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മളെല്ലാവരും. പിന്നെ ക്ലാസ്സിൽ ഫുള്ള് അതിൻ്റെ ചർച്ചയായിരുന്നു. നമുക്ക് കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട് 150 hours നമ്മൾ വർക്ക് ചെയ്യണം. അത് കൂടെ ചെയ്താലേ നമ്മളെ കോഴ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് പ്ലേസ്മെൻറ്റിനായിട്ട് ഓരോരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ മെയിലിൽ വന്നിട്ടുണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ ഇവനും ഞാൻ ഒരുമിച്ചാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന്. പിന്നെ യൂഷ്വൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഈ കുട്ടി യൂട്യൂബറാണ്, ഗീതു എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരത്തി എൻ്റെ ക്ലാസ്സിലാണ്. 1 വർഷമായെന്ന് എനിക്ക് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം മോസ്റ്റ്ലി നമ്മളുടെ കോളേജിലുള്ള കോഴ്സെല്ലാം 1 year കോഴ്സാണ്. PG UG എല്ലാം 1 year കോഴ്സാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ കോഴ്സ് സ്റ്റാർട്ടായിട്ട് 1 year ആവാറായി. നമ്മളുടെ പ്ലേസ്മെൻറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലീഗലി വർക്ക് ചെയ്യാൻ തുടങ്ങാം. പിന്നെ ഞാൻ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഐറ്റംസും ഫ്രോസൺ ഐറ്റംസൊക്കെ വാങ്ങിച്ചു. കാരണം എനിക്കിനി കണ്ടിന്യൂസ് വർക്കും പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. അപ്പോൾ കുക്കിങ്ങിനായിട്ട് ഒരുപാട് സമയം കളയാനുണ്ടാവത്തില്ല. ഈ സ്ട്രീറ്റ്സൊക്കെ അടിപൊളിയാണ്. ഞാനപ്പോൾ ബസ് സ്റ്റോപ്പ് മാറി വന്നിറങ്ങിയ സ്റ്റോപ്പ് വെക്കാൻ മറന്നുപോയി. ഇപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സമ്മർ സ്റ്റാർട്ടായി, പക്ഷേ സ്പ്രിങ് അങ്ങനെ കഴിഞ്ഞിട്ടും ഇല്ല എന്നുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. കാരണം നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ മിക്ക ചെടികളും ഇങ്ങനെ നല്ല ഭംഗിക്ക് കുറേ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണാം. തിരിച്ചു വന്നപ്പോൾ നല്ല ടയർഡായിരുന്നു. അപ്പം നമ്മൾ വാങ്ങിച്ചിട്ട് വന്ന സംഭവത്തിൽ നിന്ന് ഒരു ഇതെടുത്തിട്ട് ഞാൻ നേരെ ഓവനിൽ വെച്ചു, കുക്ക് ചെയ്തു. ഇവരുടെ ഫ്ലേവറിങ് ആണ്. അപ്പം ഞാൻ കുറച്ച് ഇന്ത്യൻ സ്പൈസസ് ഇട്ട് സെറ്റാക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ എന്ത് വന്നാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് കരുതിയ ഒരു കാര്യമാണ് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ. ഞാൻ കുറേ നാളായിട്ട് ഇത് ഷോർട്ട്സ് ആയിട്ടിടണം എന്നൊക്കെ കരുതുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മടി കാരണം അത് പറ്റുന്നില്ല. ഞാനിപ്പോൾ എന്നെ തന്നെ ഫോഴ്സ് ചെയ്ത് മടിയൊക്കെ മാറ്റി വെക്ക് എന്ന് പറഞ്ഞ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങളിത് ഈ പാർട്ട് എന്ത് വന്നാൽ എനിക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേഡ് പോയി കിടന്ന് ഉറങ്ങാനാണ് തോന്നുന്നത്. പക്ഷെ ഞാനിപ്പോൾ കോണ്ടന്റ് കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുള്ളത്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഡെയിലി കണ്ടന്റ് ഇടണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും വന്ന് പറയുന്ന പോലെ ഇനി ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ് എന്ന് പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഞാൻ പറ്റാവുന്നത് പോലെ വീഡിയോ. അപ്പോൾ എന്നെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് കുറച്ച് പേരാണെങ്കിൽ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറിയതിൽ പിന്നെ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എന്നുള്ളത്. ഞാൻ നാട്ടിൽ എന്താണോ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചത് അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ സമ്മറാണ്, അപ്പോൾ അതിനനുസരിച്ച് ചെറിയ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഈ സ്കിൻ കെയർ റൂട്ടീനിൽ വരുത്തിയിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഞാനൊരു ഇൻക്രെഡിബിൾ അത്രയും നല്ല ഒരു പ്രൊഡക്റ്റ് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഡ്രൈ സ്കിൻ ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ മസ്റ്റ് ബൈ ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെ ഒന്നുമല്ല, എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തു, ഇഷ്ടപ്പെട്ടു. എൻ്റെ ഡ്രൈ സ്കിന്നാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്ലേക്ക് ആയിട്ട് മീൻസ് നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് സ്കിന്നും കാര്യങ്ങളൊക്കെ പോകുമായിരുന്നു. ലിറ്ററലി നമ്മളെ സ്കിൻ ഷെഡ് ചെയ്യുന്നൊരവസ്ഥയായിരുന്നു. അപ്പം ഞാൻ കുത്തിയിരുന്നിട്ട് ഡ്രൈ സ്കിൻ റെമഡീസ് അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു വീഡിയോ കണ്ടു. അതിൽ പുള്ളിക്കാരത്തിക്ക് വളരെയധികം വർക്ക് ചെയ്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രൊഡക്റ്റ് പുള്ളിക്കാരത്തി പറഞ്ഞത്. അപ്പം ഞാൻ റാൻഡമായിട്ടൊരു ദിവസം സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനം വാങ്ങിക്കുന്ന ടൈമിൽ ഇത് കണ്ടു. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഭയങ്കര സൂപ്പർ എക്സ്പെൻസീവ് ഒന്നുമല്ല. ഞാനിപ്പോൾ ഇതിൽ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര എക്സ്പെൻസീവ് അല്ല. പക്ഷേ ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചോ. കാരണം എനിക്ക് പേഴ്സണലി നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഇപ്പം എൻ്റെ പേരൻസിന് എൻ്റെ പോലെ തന്നെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അവർക്ക് എന്തായാലും കൊണ്ടുപോകണം എന്ന് ഞാൻ കരുതുന്ന പ്രൊഡക്റ്റാണ് ഇത്. കുറേ ഞാൻ സംസാരിച്ചു, നമ്മൾക്ക് അധികം സംസാരിക്കാതെ എന്തൊക്കെയാണ് പ്രൊഡക്ട്സ് നോക്കാം. ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഞാൻ പണ്ട് നാട്ടിൽ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ BB സോപ്പാണ്. നമ്മൾ സാധാരണ സോപ്പ് ഏതെങ്കിലും ഒരു ഫേസ് സോപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് മെയിൻലി വാങ്ങിച്ചൊരു സംഭവമാണ് ഇവിടുത്തെ ക്ലൈമറ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ്. കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വെച്ചാൽ ഫേസ് വാഷ് എനിക്കിവിടെ ഈ നമ്മളുടെ മൂക്കിൻ്റെ കോർണേഴ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ പൊട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്തൊരു പ്രൊഡക്റ്റാണ് ഈ സെറാവിയുടെ ഹൈഡ്രേറ്റിംഗ് ക്രീം ടു ഫോം ക്ലെൻസർ. ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് സെറാവിയുടെ. ഇപ്പം നിങ്ങൾ യൂറോപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇപ്പം നാട്ടിലുള്ള ആൾക്കാർക്ക് ഇത് നൈക്കയിലും കാര്യങ്ങളിലൊക്കെ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇത് ശരിക്കും ഞാൻ ഇത് യൂസ് ചെയ്യാനുള്ള മെയിൻ കാര്യം, സാധാരണ ക്ലെൻസർ ചെയ്യുന്നതിന് മുമ്പ് മേക്കപ്പ് റിമൂവ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ടാസ്ക് ഉണ്ട്. എനിക്ക് ആക്ച്വലി അതൊക്കെ ചെയ്തിരിക്കാൻ മടിയാണ്. അപ്പം ഇത് റിമൂവ്സ് മേക്കപ്പ്. അതിലും ഫസ്റ്റ് തന്നെ നമ്മളിത് ജസ്റ്റ് യൂസ് ചെയ്താൽ മതി. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ കംപ്ലീറ്റ് മേക്കപ്പ് ഒരു റെസിഡ്യൂ ഇല്ലാതെ മേക്കപ്പ് കംപ്ലീറ്റ്ലി വൈപ്പ് ഓഫ് ചെയ്യും ഈ ഒരു ക്ലെൻസർ. അപ്പം അത് കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് വാങ്ങിച്ച സംഭവമാണ് സെറാവിയുടെ ഈ ക്ലെൻസർ. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നാട്ടിലായിരിക്കുമ്പോഴാണ് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത്. ആൻഡ് എനിക്ക് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ ഒരു ടൈമിൽ നെറ്റിയുടെ ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് ബ്രേക്ക് ഔട്ട്സ് വന്നു. പക്ഷെ അത് ഡാൻഡ്രഫ് ഡ്രൈ സ്കാൽപ്പൊക്കെ കാരണമായിരുന്നു. ഞാൻ ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് നല്ലൊരു ക്ലെൻസറും നല്ലൊരു മോയ്സ്ചറൈസറും യൂസ് ചെയ്യുക, ഗ്രാജുവലി അത് കുറഞ്ഞോളും എന്ന് പറഞ്ഞു. ആൻഡ് എനിക്ക് യൂസ് ചെയ്ത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. കുറേ പേർക്ക് ഡൗട്ടുള്ള സംഭവമാണ് ക്രീം വാങ്ങിക്കുന്നത് ലോഷൻ വാങ്ങിക്കുന്നത്. കാരണം പാക്കേജിങ് ഒക്കെ സംവാട്ട് സിമിലർ ആണ്. പക്ഷേ എനിക്ക് പേഴ്സണലി വർക്ക് ചെയ്തേക്കുന്നത് ഈ ഒരു ഇതാണ്. കാരണം ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ വന്നാലും നിങ്ങൾക്കൊരു 3 months 4 months ഒക്കെ എന്ത് വന്നാലും ലാസ്റ്റ് ചെയ്യും. എനിക്കിതിപ്പോൾ ഇതെൻ്റെ 3rd month ആണ്. പക്ഷെ ഒരു ഫുൾ ഡബ്ബ അങ്ങനെ തന്നെയുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു സ്വാപ്പ് ചെയ്താൽ മതി, നമുക്ക് ഫുൾ ഫേസ് ഇത് കവർ ചെയ്യാം. പക്ഷെ അത്യാവശ്യം ജനറസ് ആയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ഞാൻ പക്ഷെ ഇത് നല്ലൊരു ഇപ്പം നിങ്ങൾ മോയ്സ്ചറൈസറും ഫേസ് വാഷും മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് മതി. ഓക്കെ, ചില ആൾക്കാരിൽ ഞാൻ കണ്ടേക്കുന്ന മിസ്കൺസെപ്ഷനാണ് എന്തെന്നാ ജെൻസിന് സ്കിൻ കെയർ യൂസ് ചെയ്യണ്ട അങ്ങനെയുള്ളത്. ശരിക്കും പറഞ്ഞാൽ സ്കിൻ കെയർ യൂണിവേഴ്സലാണ്. പക്ഷേ നിങ്ങളുടെ സ്കിൻ ടൈപ്പ്, നിങ്ങളുടെ സ്കിൻ എന്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത്. എനിക്ക് പേഴ്സണലി ഞാൻ ഒരുപാട് ട്രയൽ ആൻഡ് എററിലൂടെ കണ്ടുപിടിച്ച പ്രോഡക്റ്റ്സ് ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് മൊത്തം. അപ്പം രണ്ടാമത്തത് മോയ്സ്ചറൈസറാണ്. ഞാൻ
എൻ്റെ റീബൈ ചെയ്ത് 3rd or 4th ബോക്സ് ആണ് ഈ ഒരു സംഭവം. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ഇതായി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഞാനും ഈ പ്രോഡക്റ്റ് ഫസ്റ്റ് വാങ്ങിക്കുന്നത് ഹൈപ്പ് കണ്ടിട്ടാണ്. സംഭവം വർക്ക് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച സംഭവമാണ്. പക്ഷേ ഇത് നല്ലപോലെ വർക്ക് ചെയ്യും. ഇപ്പം നമ്മൾ മേക്കപ്പ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പോസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഓപ്പൺ ആയിട്ടിരിക്കും. നമ്മൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്ത് ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് പോർസ് ഒക്കെ ഭയങ്കരമായിട്ട് മിനിമൈസ്ഡ് ആയത് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഇതാണ് സ്നെയിൽ മ്യൂസിൻ. ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് എനിക്കറിയാം, പക്ഷേ എനിക്കിത് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിത് മാത്രം ഉപയോഗിക്കും. ലൈക്ക് മോയ്സ്ചറൈസർ ഉപയോഗിക്കണം, പക്ഷേ ഇത് ആസ് ഇറ്റ് ഇസ് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ സ്കിന്ന് ഒന്ന് റിജുവിനേറ്റ് ആയതുപോലെ തോന്നും ആൻഡ് മാർക്സ് കാര്യങ്ങളൊക്കെ പോകും. എൻ്റെ ഇത് ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ളൊരു മാർക്കായിരുന്നു ഫേസിൽ, ഒരു ഡോട്ട്. അത് ഭയങ്കരമായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട്. പിന്നെ സിറംസ് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വാങ്ങിച്ച സിറമാണ്. ഇത് ഞാൻ അങ്ങനെ കാര്യമായിട്ട് യൂസ് ചെയ്യാറില്ല. ലൈക്ക് സിറമൊക്കെ അത്ര സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഉപയോഗിച്ചാൽ മതി. ആൻഡ് വേറെ സിറം ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ബെറ്റർ ആയിട്ട് ഇപ്പം നറേഷിങ്ങിന് ഒരു സിറമുണ്ട്, ഡീടാനിങ്ങിന് ഒരു സിറമുണ്ട്, അങ്ങനെ ഓരോരോ നമ്മുടെ സ്കിൻ കൺസേൺസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള സിറമുണ്ട്. അപ്പം ഞാൻ ഈ ഹൈലറോണിക് ആസിഡ് 1.5% ആൻഡ് ഫസ്റ്റ് തന്നെ ഒരുപാട് പെർസെൻറ്റേജ് ഉള്ള സിറംസും കെമിക്കൽസും നമ്മളുടെ ഫേസിൽ ഫസ്റ്റ് തന്നെ, കാരണം നമ്മൾ അത് സ്കിന്നുമായിട്ട് ഒന്ന് ഇതാവാനുള്ളൊരു ടൈം കൊടുക്കാതെ ഫസ്റ്റ് തന്നെ 5%, 6% അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത്. സ്ട്രെയിറ്റ് നമ്മൾ അതിനൊന്ന് നമ്മുടെ സ്കിന്നിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒന്ന് ഫെമിലിയർ ആവാനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കണം. എന്നിട്ട് പയ്യെ നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് കൂട്ടിയാണ് കൊണ്ടുവരുന്നത് സിറം. പക്ഷെ ഞാനിപ്പോൾ ഹൈലറോണിക് ആസിഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഞാനിത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഞാനിത് അങ്ങനെ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല, കാരണം എനിക്കങ്ങനെ സ്കിൻ കൺസേൺസും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ആൻഡ് ഇത് എൻ്റെ മിസ്റ്റേക്കാണ് ഞാനിത് വാങ്ങിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന സിറമാണ്. മീൻസ് അവരുടെ സ്കിൻ റിജുവിനേറ്റ് ചെയ്യാനും നറിഷ് ചെയ്യാനൊക്കെ. ഞാൻ ചുമ്മാ മീൻസ് ഇപ്പോഴേ കിട്ടിയാൽ നല്ലതാണല്ലോ എന്ന് കരുതി വാങ്ങിച്ചു. പക്ഷെ ഇതിൻ്റെ ആവശ്യമില്ല. ലൈക്ക് നോർമൽ ഏതെങ്കിലും ഒരു സിറം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സിറം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, നിങ്ങളുടെ സ്കിൻ കൺസേൺ. ആൻഡ് ഈ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റും ടോട്ടലി ഓപ്ഷണലാണ്, ടുവേർഡ്സ് ദ എക്സ്പെൻസീവ് സൈഡാണ്. പക്ഷേ ഇതും നമ്മളുടെ സ്നെയിൽ മ്യൂസിൻ പോലെ തന്നെ നല്ലപോലെ വർക്ക് ചെയ്യും നമ്മളുടെ സ്കിന്നിൽ. എനിക്ക് പേഴ്സണലി ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മിക്കവർക്കും ഞാൻ യൂട്യൂബിൽ ഫസ്റ്റ് ഇനീഷ്യലി ഞാൻ വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് പേര് ഇതിനെപ്പറ്റി കുറേ ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ പറയുന്നതായിരുന്നു കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് അവർ തന്നെ സെയിം ക്രിയേറ്റേഴ്സ് തന്നെ വീഡിയോ ഇട്ടു. ലൈക്ക് അവർ യൂസ് ചെയ്ത രീതിയുടെ മിസ്റ്റേക്ക് കാരണമാണ് അവർക്കത് റിവേഴ്സ് എഫക്റ്റ് വന്നത്. അവരത് കറക്റ്റ് യൂസ് ചെയ്യേണ്ട മാതിരി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് കിട്ടാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോൾ ഞാനും ഓക്കെ ഇത് വാങ്ങിക്കാം എന്ന് കരുതി വാങ്ങിച്ചൊരു സംഭവമാണ് ഈ ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് 7% ടോണിങ് സൊല്യൂഷൻ. ഇത് നമുക്ക് സ്കാൽപ്പിൽ ഉപയോഗിക്കാം, ഫേസിൽ ഉപയോഗിക്കാം, അണ്ടർ ആംസ്, നമ്മളുടെ നീസ്, എല്ലായിടത്തും നമുക്ക് പിഗ്മെന്റേഷൻ ഉള്ള എല്ലാ ഏരിയാസിലും നല്ലപോലെ വർക്ക് ചെയ്യും. പക്ഷേ ഡെയിലി ഈ പ്രോഡക്റ്റ് എന്ത് വന്നാലും യൂസ് ചെയ്യരുത്, കാരണം സ്കിൻ ഇറിറ്റേഷനും സ്കിൻ വേഴ്സ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. either once a week അല്ലെങ്കിൽ twice a week യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പിഗ്മെന്റേഷൻ, ഡിസ്കളറിങ് എല്ലാം മാറും. ഈവൻ ടോണാവും, ഫേസ് കംപ്ലീറ്റ് ഒരു ഈവൻ ടോണായിട്ട് മാറും. പക്ഷെ ഞാൻ മിക്കവാറും ഈ ട്വൈസ് എ വീക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇട്ട് കാണും. അങ്ങനെ ഒരുപാട് ദിവസം സ്കിപ്പ് ചെയ്ത കാരണം ഞാൻ ഇത് വാങ്ങിച്ച പോലെ തന്നെ ഇതിരിപ്പുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ കണ്ടിന്യൂസ് ഒരു 1 month യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലപോലെ റിസൾട്ട് ഉണ്ട്. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരുപാടൊന്നും യൂസ് ചെയ്യത്തില്ല, കാരണം കുറച്ചൊരു നമ്മളൊരു കോട്ടൺ പാഡിലെടുത്ത് വൈപ്പ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഇത് നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. ഇതും ടുവേർഡ്സ് ദ എക്സ്പെൻസീവ് സൈഡാണ്. എനിക്കറിയില്ല മീൻസ് എക്സ്പെൻസീവ് ആണോ അല്ലയോ എന്നുള്ളത് ഇസ് അപ് ടു ദ പേഴ്സൺ. പക്ഷേ കോമൺലി പറയുന്നത് ഇത് ടുവേർഡ്സ് ദി എക്സ്പെൻസീവ് സൈഡാണെന്നാണ്. പക്ഷേ ദിസ് വർക്ക്സ്, റിയലി വർക്ക്സ്.
പിഗ്മെന്റേഷൻ മാറാൻ അടിപൊളിയാണ്. നിങ്ങൾക്ക് അണ്ടർ ആം പിഗ്മെന്റേഷൻ, സ്ലീവ്ലെസ് ഒക്കെ ഇടുമ്പോൾ അണ്ടർ ആം പിഗ്മെന്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ്. ആൻഡ് ഫൈനലി ഞാൻ എന്ത് വന്നാലും മീൻസ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയതും എന്നെ ഇവിടുത്തെ ഒരു എന്തെന്നാ ക്ലൈമാറ്റിക് കണ്ടീഷൻ സർവൈവ് ചെയ്യാൻ സഹായിച്ചൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ലൈക്ക് അന്ന് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് എടുത്തത് എന്തുകൊണ്ടും ബെസ്റ്റ് ഡിസിഷൻ എവർ എന്ന് തോന്നിയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഞാൻ ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ ഫുൾ ഇങ്ങനെ പൊടി പോലെ പോകും. അത്ര ഡ്രൈ ആയിരുന്നു സ്കിൻ. ഞാൻ നമ്മളുടെ നോർമൽ വാസലിൻ്റെ ലോഷൻ ഞാൻ നാട്ടിൽ വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചത് വാസലിൻ്റെ ഒരു നോർമൽ ബോഡി ലോഷനാണ്. പക്ഷെ അത് യൂസ് ചെയ്തു. അല്ലാതെ ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു ലോഷൻ യൂസ് ചെയ്തു. ബട്ട് എന്നിട്ടൊന്നും എൻ്റെ സ്കിന്ന് ബെറ്റർ ആയില്ല. നല്ലപോലെ സ്കിന്നിങ്ങനെ പീൽ ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ രഞ്ജന ഹരിദാസിൻ്റെ വീഡിയോ കൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. ആൻഡ് ഞാനിപ്പോൾ എൻ്റെ ലൈക്ക് ഫ്ലാറ്റ്മേറ്റ്സിന് എല്ലാവർക്കും ഞാനിത് റെക്കമെൻഡ് ചെയ്തിപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഇതാണ് ഉപയോഗിക്കുന്നത്. കാരണം അടിപൊളി പ്രൊഡക്റ്റാണ്. ഇങ്ങനെയാണ് കാണാമോ? ഓക്കെ, ഇങ്ങനെയാണ്. അത്യാവശ്യം തിക്കാണ്. ആൻഡ് കുറച്ചെടുത്ത് അപ്ലൈ ചെയ്താൽ തന്നെ ലൈക്ക് ഞാനത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിത് വാഷ്റൂമിൽ തന്നെ വെച്ചേക്കും. എന്നിട്ട് വൺസ് ഞാൻ ഷവർ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ലൈക്ക് നമ്മളുടെ സ്കിന്നിൽ കുറച്ച് വെള്ളമുള്ള ടൈമിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നല്ലപോലെ സ്മൂത്തായിട്ട്, ഇത് പെട്ടെന്ന് ആപ്ലിക്കേഷൻ സ്മൂത്ത് ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ച് ഹാർഡാണ്. കാരണം അത്യാവശ്യം നല്ല സ്കിന്നിൽ പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. എൻ്റെ ഡ്രൈ സ്കിന്നും കൂടെ ആയതുകൊണ്ട്. അപ്പോൾ വെട്ടായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്മൂത്ത് ആപ്ലിക്കേഷന് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് കരുതിയപ്പോൾ തന്നെ എന്ത് വന്നാലും ചെയ്യണം എന്ന് കരുതിയ വീഡിയോ ആണിത്. ആൻഡ് ഇപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞു വന്നു, ഫുഡൊക്കെ കഴിച്ചു, പിന്നെ കുറച്ച് നേരം ഫോൺ നോക്കി അങ്ങനെ അങ്ങോട്ട് ഇരുന്നു. അപ്പോഴാണ് ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഡിലേ ആക്കി പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ എന്ത് വന്നാലും ചെയ്യാമെന്ന് കരുതിയത്. ലൈക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. എനിക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ മടുപ്പാണ്. കാരണം അത്ര ഉള്ളൊരു കോണ്ടന്റ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ ഗൈസ്, ആൻഡ് ലിപ് ബാം ആൻഡ് ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ തപ്പി കണ്ടുപിടിച്ചോണ്ട് വന്നതാണ്. ഞാനിത് എൻ്റെ മേക്കപ്പ് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്ന സംഭവമാണ് ഈ വിൽവയുടെ ഗ്രേപ്പ് ഫ്രൂട്ട് ലിപ് ബാം. ഇത്രയായി. എൻ്റെ കയ്യിലൊരു 3 ഡപ്പ വേറെ ഉണ്ട് ഗൈസ്. ഇതുണ്ടോ? ലൈക്ക് എൻ്റെ കയ്യിൽ ഇതിലും കൂടുതലുണ്ട് വീടിൻ്റെ ഏതോ ഭാഗത്ത്. പക്ഷേ ഞാൻ ഇപ്പം ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞു കൊണ്ടുവരിപ്പിക്കുന്ന സാധനമാണ് ഈ വിൽവയുടെ ലിപ് ബാം. കാരണം എനിക്ക് ആദ്യമേ പേഴ്സണലി ഇത് ഇഷ്ടമല്ലായിരുന്നു. നാട്ടിൽ വെച്ചത് എനിക്ക് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ വിൻ്ററിന് ഞാനിത് കണ്ടിന്യൂസ് യൂസ് ചെയ്യായിരുന്നു. കാരണം നമ്മളുടെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആവും ആ ഒരു ടൈമിൽ. അപ്പം ഞാനിത് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് സോറി ഗൈസ്. അപ്പം ഞാൻ നാട്ടിൽ ഈ ലിപ് ബാമിന് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് ഒരെണ്ണം അല്ല 2 എന്തോ കൊണ്ടുവന്നു. ആൻഡ് ഇത് നല്ലപോലെ ലാസ്റ്റിങ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം ഞാൻ അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടൈമിലും നാട്ടിൽ വെച്ചും കറക്റ്റായിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം അപ്ലൈ ചെയ്യും, എന്നിട്ട് പിന്നെ കുറേ നാൾ അപ്ലൈ ഇല്ല, എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം അപ്ലൈ ചെയ്യും. എന്നിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് ഒന്ന് റെക്കമെൻഡേഷൻ അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല എന്ന് പറയായിരുന്നു. ആൻഡ് ഞാൻ ഈ പ്രൊഡക്റ്റിനെ പറ്റി ഭയങ്കര ബാഡ് റിവ്യൂ ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ. പക്ഷെ ഞാൻ ഇവിടെ വന്ന് വിൻ്റർ ടൈമിലായിരുന്നു ഞാൻ വന്നത്. ആൻഡ് അപ്പോൾ എൻ്റെ ചാപ്പ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. മീൻസ് എൻ്റെ സ്കിൻ പോലെ തന്നെ എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആയിരുന്നു. ആൻഡ് സ്കിൻ പീൽ ഓഫ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ ലിപ് ബാം കണ്ടിന്യൂസ് യൂസ് ചെയ്യുമായിരുന്നു. കാരണം ഇത് വൺസ് ഇത് അങ്ങോട്ട് ഹൈഡ്രേറ്റ് ആയി കഴിയുമ്പോഴേക്കും പിന്നെ നമ്മുടെ ലിപ്സ് ഡ്രൈ ആകാൻ തുടങ്ങും. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് റീഅപ്ലൈ ചെയ്ത് ആക്ച്വലി എൻ്റെ ലിപ്പിൽ ഓൾമോസ്റ്റ് ഒരു 60% പിഗ്മെൻറ്റേഷൻ കംപ്ലീറ്റ് പോയി. ലൈക്ക് എനിക്കപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാതെ നടക്കാനും കോൺഫിഡൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് ആ ഒരു ലിപ് സ്റ്റെയിൻ പോകുമ്പോൾ തന്നെ ഞാൻ റീഅപ്ലൈ ചെയ്യുമായിരുന്നു ലിപ്സ്റ്റിക്ക്. പക്ഷേ വിൻ്റർ ടൈമിൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ഈ ലിപ് ബാം മാത്രം ഇട്ട് പുറത്തു പോയാൽ. കാരണം അത്രയും നന്നായിട്ട് എനിക്കിത് വർക്ക് ചെയ്യായിരുന്നു. ഞാൻ സമ്മറായിട്ട് ഇത് യൂസ് ചെയ്തിട്ടില്ല. കാരണം സമ്മർ ആകുമ്പോൾ എൻ്റെ ഈ ഒരു ഏരിയയിൽ പിഗ്മെൻറ്റേഷൻ വളരെ വിസിബിളാവും. അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടാലും മോശമായിട്ടാവും, ലിപ് ബാം ഇട്ടാൽ പറയണ്ട. അപ്പം അത് കാരണം ഇപ്പം ഞാനിത് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു നിവ്യയുടെയൊക്കെ ലിപ് ബാം ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചത്. നിവ്യ നന്നായിട്ട് നമ്മുടെ ലിപ്സ് ഹൈഡ്രേറ്റഡ് ആക്കും. പക്ഷെ ഇത്
കുറേ ടൈം എടുക്കും, പക്ഷേ സ്റ്റിൽ നമ്മളെ പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ പോകും. സോ ഡു ചെക്ക് ദിസ് ഔട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഡേ ഇൻ മൈ ലൈഫിൻ്റെ ബാക്കി പോർഷനിലേക്ക് പോവാം. ഗൈസ്, ഞാനിപ്പോൾ ലിപ്സ്റ്റിക്കും എൻ്റെ സ്കിൻ കെയറും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് മെൻസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന പിമ്പിൾസ് ആണ് ഉള്ളത്. പക്ഷെ അല്ലാതെ എൻ്റെ സ്കിൻ അത്ര പ്രോബ്ലമാറ്റിക് അല്ല. സ്കിൻ കെയർ ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. ഇതൊരു ഡിസ്ക്ലെയിമർ ആണ്. ഇപ്പം എനിക്ക് വർക്ക് ചെയ്യുന്ന പ്രോഡക്ട്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നില്ല. ഇപ്പം ഞാൻ വീഡിയോസ്, ഞാൻ ഒരുപാട് യൂട്യൂബ് ഇതേപോലത്തെ സ്കിൻ കെയർ മേക്കപ്പ് കണ്ടന്റ് ഒക്കെ കൺസ്യൂം ചെയ്യുന്ന ആളാണ്. പക്ഷേ എനിക്കതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ഒരാൾക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കില്ല നമ്മൾക്ക് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ സ്കിൻ കെയർ സ്കിൻ കെയർ മേക്കപ്പ് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഫസ്റ്റ് നമ്മൾക്ക് ഒരു സ്കിൻ കെയർ റൂട്ടീൻ കാണിച്ചു തരും. നമ്മൾ ആ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ചത് ട്രൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ വേറൊരു റൂട്ടീൻ കാണിക്കും. അപ്പം തന്നെ നമ്മൾ അടുത്തതിലേക്ക് പോകും. അങ്ങനെയായിരുന്നു ഞാൻ ഇനീഷ്യലി ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചത്. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും പ്രോഡക്ട്സ് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഏത് കാര്യത്തിലുള്ള പോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു. പക്ഷെ വൺസ് എനിക്ക് സ്കിൻ ബെറ്റർ ആയി തുടങ്ങി, അല്ലെങ്കിൽ എനിക്ക് കോംപ്ലിമെന്റ്സ് കിട്ടാൻ തുടങ്ങി, സ്കിൻ കെയർ റൂട്ടീൻ എന്താ അങ്ങനെയൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് പേഴ്സണലി ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഓക്കെ, ഞാനും അപ്പോഴാണ് പഴയ പിക്ചേഴ്സും പുതിയ പിക്ചേഴ്സും വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് കാണാൻ തുടങ്ങിയത്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ആൻഡ് നമ്മൾക്ക് ബാക്കി ഈ വീഡിയോയുടെ കണ്ടന്റിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നില്ല ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. കാരണം ഞാൻ ക്ലാസ്സിൽ പോയി, ഇന്നെന്തായാലും ഇനി ഞാൻ കുക്ക് ചെയ്യത്തില്ല. ചിലപ്പോൾ ഷോപ്പിംഗ് പോകുമായിരിക്കും. ഷോപ്പിംഗ് ഇൻ ദ സെൻസ് ഈ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നതല്ല, ഗ്രോസറി, പാല്, മുട്ട അതൊക്കെ വാങ്ങിക്കാൻ ചിലപ്പോൾ പോകുമായിരിക്കും. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ കരുതി ഒരു ക്വിക്ക് പവർ നാപ്പ് എടുക്കാമെന്ന്. ഹലോ ഗൈസ്, ഞാൻ വന്നിട്ട് നേരെ കിടന്ന് ഉറങ്ങിപ്പോയി. എന്തായാലും നമുക്കൊരു ഷോപ്പിംഗ് പ്ലാൻ ഉണ്ടായല്ലോ. അപ്പോൾ ഷോപ്പിങ്ങും പിന്നെ കുറച്ച് ഒന്ന് പുറത്തൊക്കെ ഒന്ന് നടക്കാൻ പോയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ സീ യു ഗൈസ്. ഹലോ ഗൈസ്, ഞാനപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയിട്ട് നല്ലപോലെ ഒരു ഉറക്കം പാസ്സാക്കി. അപ്പോൾ ഇപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, നമ്മൾ എന്തായാലും ചെയ്യണം. അപ്പോൾ നമുക്ക് മേപ്പോളിൽ പോകണം. നമുക്ക് അവിടെ വെച്ച് കാണാം ഗൈസ്. നമ്മളപ്പോൾ റെഡിയായി വേഗം പോവാം ഗൈസ്. ഇപ്പോൾ ഇവിടെ ഏകദേശം നൈറ്റ് ആവാറായി, പക്ഷേ നല്ല സൺലൈറ്റ് ഉണ്ട് ഇവിടെ. നൈറ്റ് ആവാൻ ഒരു 9 മണി ഒക്കെ ആകും, അല്ലെങ്കിൽ ഒരു 8:30 അതുവരെയൊക്കെ നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ മേപ്പോളിൽ പോകാൻ പോവാണ്. ഞാൻ പൊതുവേ എൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പാമയിൽ നിന്നാണ്. പക്ഷേ മേപ്പോളിൽ ഇപ്പോൾ ക്വിക്കായിട്ടുള്ളൊരു സ്നാക്ക് എടുക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ ബൺ, ഫിറ്റാറ്റ, പിന്നെന്തെന്നാ ഐസ്ക്രീംസ്, ഇപ്പോൾ ജങ്ക് എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിക്കാനാണ് ഞാൻ കൂടുതലും മേപ്പോളിൽ വരുന്നത്. പിന്നെ ഓൺ ദ ഗോ പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ ഈ യോഗേർട്ടിൻ്റെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അപ്പോൾ അതെടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് മെയിൻലി വന്നത് എനിക്ക് കുക്കി ഡോ ഐസ്ക്രീം കഴിക്കാൻ കുറേ നാളായിട്ട് തോന്നുന്നു. ഞാനിങ്ങനെ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് ഇല്ല ഇപ്പോൾ വേണ്ട എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എന്തായാലും കരുതി ഐസ്ക്രീമും പിന്നെ ഹാമും ബ്രെഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ എന്തായാലും പോകണം. അപ്പോൾ ഇതും വാങ്ങിക്കാമെന്ന് കരുതി. കണ്ടോ ഞാൻ ഏകദേശം ഒരു വഴിയായി, വീട്ടിൽ പോവാം. ഹലോ ഗൈസ്, അപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഡേ ഇൻ മൈ ലൈഫിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം ഒന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ നോർമലി എൻ്റെ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഫുൾ പാർട്ടി പബ് അതൊക്കെയാണ് ഈ പുറത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിനെ പറ്റി ആൾക്കാർക്കുള്ളൊരു മിസ്കൺസെപ്ഷൻ. പക്ഷേ ഗ്രോസറി വാങ്ങിക്കാൻ തന്നെ നമുക്ക് മര്യാദക്ക് സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം അസൈൻമെൻറ്റ്സ്, എക്സാംസ്, പ്രസൻറ്റേഷൻ ഇതിനെല്ലാം പുറമെ നമ്മൾ കുക്ക് ചെയ്യണം. നമുക്ക് നമ്മളതിനെ പട്ടിണിക്കിടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ വർക്ക് ഉണ്ടാവും. അപ്പോൾ മോസ്റ്റ്ലി മിക്ക സ്റ്റുഡൻസിൻ്റെ ലൈഫ് ഫുള്ളി പാക്ഡ് ആയിരിക്കും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊണ്ട്. റബാത്തിൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഞാനിന്ന് ഒരു ഫുൾ ഓൺ കുക്കിംഗ് ഒന്നും ചെയ്തില്ല. ഇപ്പോൾ കുക്കിംഗ് ഞാൻ ചെയ്യുന്ന ദിവസം ഞാൻ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. പക്ഷെ ഇന്ന് കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല.
കാരണം ക്ലാസ് കഴിഞ്ഞ് വന്ന് നല്ല ടയർഡായിരുന്നു. എന്തെങ്കിലും ഫുഡ് കഴിച്ചു, നേരെ കിടന്നുറങ്ങി. പിന്നെ ഞാൻ എണീക്കുന്നത് ഒരു ഈവനിങ് ടൈമിനാണ്, 6:49 ആ ഒരു ടൈമിലാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യണം അല്ലോ എന്ന് കരുതി ഒരു ഷോപ്പിംഗ് പ്ലാൻ ചെയ്തതാണ്. ഇത് സാധാരണ നമ്മളുടെ അടുത്തുള്ള കൺവീനിയൻസും മെയ്പോളൊക്കെ ചെറുതാണ്, പക്ഷേ പാം അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റ്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക. അപ്പം ബാക്കി ഇന്നത്തെ ദിവസം ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തൊട്ട് പോയി ബെഡിൽ കിടക്കുന്നവരുള്ളത് നമ്മൾ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ടയേർഡായി. എൻ്റെ ഫോണിലെ സ്റ്റോറേജ് ഫുള്ളായി. ബട്ട് സ്റ്റിൽ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ സക്സസ്ഫുള്ളി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ സീ യു ഗൈസ്. ആൻഡ് പിന്നെ ഇവിടെ ഇപ്പം തന്നെ സമ്മർ ആയതുകൊണ്ട് നല്ല ഹ്യൂമിഡാണ്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്വെറ്റ് ചെയ്യത്തില്ല, പക്ഷെ ഒരുമാതിരി ചൂടാണ്. അപ്പോൾ നമ്മളെ പെരുന്നാളിൻ്റെ ഡെക്കറേഷൻസ് ഒന്നും അഴിച്ച് കളഞ്ഞിട്ടില്ല. കാണിച്ചത് ഡെക്കോറൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. ശരിക്കും ഇത് ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സ്ക്വയറാണ്, കാരണം ഇവിടുത്തെ മാൾട്ടീസ് ആൾക്കാരൊക്കെ വന്ന് അവർ വില്ലേജ് സ്ക്വയർ പോലത്തെ സെറ്റപ്പാണ്. ഇത് പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും ഇതേപോലെ ഇവിടെ ഗൈസ്. അപ്പോൾ ഇവിടെ ഓരോ നൂക്ക് ആൻഡ് കോർണറിലും ഉണ്ടാവുന്ന സംഭവമാണ് പസ്തീസി ഷോപ്സ്. അവിടെ പിസ്സ, ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുവാണെങ്കിൽ ഇവിടുത്തെ പസ്തീസി ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി. കാരണം മോസ്റ്റ്ലി ചീപ്പാണ്. ഇവിടുത്തെ ലോക്കൽസ് കൂടുതൽ ലൈക്ക് എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും കൺസ്യൂം ചെയ്യുന്ന സാധനമാണ് ഈ പിസ്സ, പസ്തീസി. എന്നിട്ട് അവരൊരു കപ്പ് ചായയൊക്കെ ആയിട്ടിരിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു ട്രഡീഷൻ. ചിലപ്പോൾ ബിയറായിരിക്കും. അങ്ങനെയാണ് ഇവിടെ മോസ്റ്റ് ആയിട്ടുള്ള എപ്പോഴും മിക്ക സ്ട്രീറ്റ്സിലും കാണാൻ പറ്റുന്ന കാഴ്ച. നമുക്കും ഇവിടെ ഒരു പസ്തീസി ഷോപ്പുണ്ട്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ബാറ്ററി 0-യിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഐ മീൻ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി അല്ല, ഫുൾ എനർജി ഈസ് ഇൻ 0. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ വർക്കും സ്റ്റഡീസും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ഇവിടെ സ്റ്റഡീസും വർക്കും ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. കണ്ടോ, ഇവിടെ പെരുന്നാളിൻ്റെ ടൈമിന് ഇതേപോലെ ഓരോ വിൻഡോസിൽ ഇപ്പോൾ മാതാവിൻ്റെ ആണെങ്കിൽ മാതാവിൻ്റെ രൂപം വയ്ക്കും, ഔസേപിതാവിൻ്റെ ആണെങ്കിൽ ഔസേപിതാവിൻ്റെ രൂപം വയ്ക്കും. അങ്ങനെയാണ് യൂഷ്വലി ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി എനിക്ക് എത്രത്തോളം എൻ്റെ ഡേ പ്രൊഡക്റ്റീവ് ആവും എന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ ദേ ചിക്കനും ബ്രെഡും എടുത്തിട്ടുണ്ട്. ചോറ് കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതേ ചിക്കനും ബ്രെഡുമാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഡേ അങ്ങനെ ഫൈനലി ഫുൾ നമ്മൾ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ കുറച്ച് ജേർണലിങ്ങും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ കിടക്കും. ഐ നോ ഇറ്റ്സ് ടു ഏർലി, പക്ഷേ ഞാൻ ഭയങ്കര ടയേർഡാണ്. ഞാനത് കാരണം കുക്ക് ചെയ്യാൻ പോലും ഇന്ന് കൂടിയിട്ടില്ല. ഒട്ടും വയ്യ എനിക്ക്. അപ്പോൾ സി യു ഗൈസ്. ഹലോ ഗൈസ്. അപ്പോൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാനിപ്പോൾ ഒരു റീലിൽ കണ്ട സംഭവമാണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ സൺസെറ്റ് ലാമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റീലിൽ പറയുന്നത് ഈ റെഡ് ലൈറ്റ് നമ്മളുടെ നല്ല സ്ലീപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഒരു 1 വീക്കായിട്ട് ഈ ഒരു ട്രിക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എനിക്ക് നല്ലൊരു സ്ലീപ്പ്, ഞാൻ ടയേർഡായിട്ട് എണീക്കുന്നില്ല, നല്ലൊരു ഗുഡ് സ്ലീപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർ ട്രൈ ചെയ്ത് നോക്കൂ. സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.